ഹായ്, ഞാൻ ബീന കൃഷ്ണൻ. ക്ലാസ് 7 കേരള സിലബസിൻ്റെ മലയാളം ടെസ്റ്റ് വന്നു കുഞ്ഞുങ്ങളെ. കേരള പാഠാവലിയുടെ പുസ്തകമായത്. കിട്ടാത്തവർ കണ്ടോ? നമ്മുടെ ഈ പ്രാവശ്യം പുസ്തകം മാറ്റമുണ്ടായിരുന്നു. പുതിയ പുസ്തകമായത് കണ്ടോ? മലയാളം കേരള പാഠാവലി 2 പാർട്ടായിട്ടാണ്. ഭാഗം 1 നമുക്ക് കിട്ടിയത്. കിട്ടാത്ത കുട്ടികൾ കണ്ടോ? ഇത് കണ്ടോ? കേരള പാഠാവലി ഭാഗം 1 മലയാളം ക്ലാസ് 7 കേരള സിലബസിൻ്റെ ക്ലാസ്. അതിൻ്റെ 1ാമത്തെ ചാപ്റ്റർ നോക്കി കഴിഞ്ഞാൽ ഇളങ്കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ എന്നാണ് തുടങ്ങുന്നത്. 1ാമത്തേത് കണ്ടോ? അതിനകത്തിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ജി കുമാരപിള്ളയുടെ ഇലകൾ എന്ന് പറയുന്ന ഒരു കവിതയാണ് നമുക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ ആദ്യമായിട്ട് തന്നിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? കണ്ടോ? ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ. കണ്ടോ? ഇലകൾ എന്ന ഒരു കവിതയാണ്. ആരുടെയാണ്? ജി കുമാരപിള്ളയുടെ. ഓക്കെ, വനപർവം ജി കുമാരപിള്ള. കാണാൻ പറ്റുമല്ലോ. നോക്കൂ കുഞ്ഞുങ്ങളെ, ആരാണ് ഈ ജി കുമാരപിള്ള? നമുക്ക് ആദ്യമേ അദ്ദേഹം ആരാണെന്ന് പഠിക്കാം. 4 8 വരിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് വലിയൊരു കവിതയാണ്. അതിനകത്തിലെ വെറും 8 വരി മാത്രം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ആരാണ് ഈ ജി കുമാരപിള്ള? അദ്ദേഹം ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ജി കുമാരപിള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഗ്രൗണ്ടിൽ മെയിൻ റോഡിനോട് ചേർന്ന് കുറേ മഹാഗണി മരങ്ങൾ, ചില സ്ഥലങ്ങളിൽ മഹാഗണി എന്നോ മഹോഗണി മരം കേട്ടോ, ഓരോ സ്ഥലത്ത് ഓരോ ഇതാ പറയുന്നത്. നിങ്ങളത് മഹോഗണി എന്നാണ് ഇത് പറയുന്നത് കേട്ടോ. മഹോഗണി മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഗ്രൗണ്ടിൽ മെയിൻ റോഡിനോട് ചേർന്ന് കുറേ മഹാഗണി മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ മഹാഗണി മരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് വർഷത്തിലൊരിക്കൽ ഇല പൊഴിക്കും. ഈ ഇല പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കണ്ടാൽ അത് ഉണങ്ങി നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ മഴ വരുമ്പോഴോ പെട്ടെന്ന് അത് പൂക്കുകയും തളിർക്കുകയും കായ്ക്കുകയും ഈ കായ്കളെല്ലാം ഉണങ്ങി കാലത്തിനനുസരിച്ച് അത് വീണ്ടും വിത്തുകൾ വിതരണം ചെയ്ത് വീണ്ടും ഇലകൾ പഴുത്ത് ഇലകൾ പൊഴിഞ്ഞ് അടുത്ത ഒരു വർഷമാകുമ്പോഴേക്കും വീണ്ടും പഴയതുപോലെ ഈ മരം ഉണങ്ങാൻ തയ്യാറായി നിൽക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതായത് ജി കുമാരപിള്ളയുടെ ഇലകൾ എന്ന നോവലിൻ്റെ 8 വരിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഇലകൾ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് ആ ഒരു നോവലിൻ്റെ കാര്യമാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ നമ്മുടെ നമുക്കെല്ലാം പഠിക്കുന്ന സ്കൂളിനൊക്കെ ഗ്രൗണ്ടും മെയിൻ റോഡിനോട് ചേർന്നൊക്കെ ആണെന്നൊന്നും നിങ്ങൾ അന്നേരം ഒന്ന് ആലോചിക്കണം. ഈ കഥയായിട്ട് അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊന്നുമല്ല. എന്നാൽ ഒരു പാഠം പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യം എന്താണെന്ന് അറിയണ്ടേ? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഗ്രൗണ്ടിൽ മെയിൻ റോഡിനോട് ചേർന്ന് കുറേ മഹാഗണി മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ മഹാഗണി മരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അത് വർഷത്തിലൊരിക്കൽ അതിൻ്റെ ഇല പൊഴിക്കുമെന്നത്. ഈ ഇല പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് വിചാരിക്കും? അത് ഉണങ്ങി നിൽക്കുകയാണെന്ന് തോന്നും. എന്നാൽ മഴ വരുമ്പോൾ അത് പെട്ടെന്ന് തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ കായ്കളെല്ലാം എന്ത് ചെയ്യുന്നു? താഴെ വീണ് ഉണങ്ങി വീണ്ടും അത് കാലത്തിനനുസരിച്ച് വിത്തുകൾ വിതരണം ചെയ്ത് വിത്തുകൾ വീണ്ടും അതിൻ്റെ മൂട്ടിൽ തന്നെ വീണ്ടും കിടന്ന് കിളിർത്ത് ഇലകളൊക്കെ പൊഴിഞ്ഞ് അടുത്ത ഒരു വർഷം ആവുമ്പോഴേക്കും വീണ്ടും എന്ത് ചെയ്യുന്നു? പഴയതുപോലെ ഈ മരം ഉണങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. നമുക്കൊക്കെ അതറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്താണ് സംഭവം എന്ന് അറിയണം. ഇനി നോക്കിക്കേ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന പ്രൊഫസർ ജി കുമാരപിള്ള സാറ് ഈ മരങ്ങളെ കണ്ട ഒരു അനുഭവത്തിൻ്റെ ഒരു കവിതയാണ് ഇലകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എന്തിനാണ് ഇത്രയും പറഞ്ഞത്? ഈ പാഠം എഴുതിയ ആൾ ആരാണ്? ജി കുമാരപിള്ളയാണ്. എന്തിനാണ് അദ്ദേഹം ഈ ഇലകൾ എന്നുള്ള എഴുതിയെന്നുള്ളതാണ്. എന്താണ്? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ് ആര്? പ്രൊഫസർ ജി കുമാരപിള്ള സാറ്. അദ്ദേഹം ഈ മരങ്ങളെ കണ്ടപ്പോഴുണ്ടായ ഒരു അനുഭവത്തിൻ്റെ കവിതയാണെന്നാണ് പറയുന്നത്. എന്ത്? ഇലകൾ. മനസ്സിലായോ നിങ്ങളെ ഞാൻ ഈ വായിച്ചത്? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആകെ 8 വരിയേ ഉള്ളൂ കേട്ടോ. നോക്കിക്കേ, ഉണങ്ങി ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കാൺകെ മഴക്കാറുകൊണ്ട് മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. 4 വരി വായിക്കാൻ അറിയാം നിങ്ങളെ. ആദ്യമായിട്ടാകുമ്പോൾ ഒരു ഇച്ചിരി കൺഫ്യൂഷനൊക്കെ കാണും. എന്നാലും നല്ലപോലെ കേട്ട് കേട്ടോ.
എന്താണ് ഉണങ്ങി ചുളിഞ്ഞ്. ഉണങ്ങത്തില്ലേ നമ്മൾ ഈ തടിയൊക്കെ എന്താ നിന്ന് നിങ്ങളൊക്കെ വെളിയിലിറങ്ങുമ്പോൾ കണ്ടിട്ടുണ്ടോ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നത്, അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ ഉണങ്ങി നിൽക്കി ചുളിഞ്ഞ് അതങ്ങ് കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും എന്ന് വെച്ചാൽ ഏത് നിമിഷവും അത് നിലത്ത് വീഴുന്ന ഒരവസ്ഥ. അങ്ങനെ മരക്കൊമ്പ് കാണുകെ മഴക്കാറ് കൊണ്ട് മഴത്തുള്ളി വീണു. മനസ്സിലാവുന്നുണ്ടോ? മഴക്കാറ് കൊണ്ട് മഴത്തുള്ളി വീണു. മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. ആ മഴവെള്ളം എവിടെ? മരത്തിൻ്റെ ചുവട്ടിൽ തൊട്ടു എന്നേ ഉള്ളൂ. ഇനി ഈ മഴത്തുള്ളി തൊട്ടൊരു മാഹേന്ദ്രജാലം, ഈ മഴത്തുള്ളി ഈ മരത്തേലോട്ട് തൊട്ടപ്പോൾ മാഹേന്ദ്രജാലം എന്താ തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും. ഈ മഴവെള്ളം വീണപ്പോഴത്തേക്ക് ആ മരത്തിൻ്റെ അവിടെ ഒരു മാഹേന്ദ്രജാലം നടന്നു എന്നാണ് പറയുന്നത്. മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി. നിസ്സാരമുള്ള കുഞ്ഞ് 4 വരിയാണ് കുഞ്ഞുങ്ങളെ. അതായത് ഉണങ്ങി ചുളിഞ്ഞും കരിഞ്ഞും മുരിഞ്ഞും ദ്രവിക്കാനിരിക്കുന്ന ആ മരക്കൊമ്പിൽ മഴക്കാറിൽ നിന്നും ഒരു മഴത്തുള്ളി ആ മരച്ചൂട്ടിൽ വീഴുന്നു. ഈ മഴത്തുള്ളി എന്താണ് വീണ് കഴിഞ്ഞപ്പം അന്നേരം തന്നെ പൊട്ടിക്കിളിക്കുന്നതല്ല, അത് എന്താ മഴത്തുള്ളി അതിൽ വീണ് മരത്തിൽ വീണ് കഴിഞ്ഞാൽ ഒരു മാഹേന്ദ്രജാലമാണ് അവിടെ സംഭവിക്കുന്നത്. എന്താ തരിച്ചു തുടിച്ചു മരക്കൊമ്പിൽ മരിക്കാനിരിക്കുന്ന ആ മരക്കൊമ്പ് എന്താ പെട്ടെന്ന് കുരുത്ത് മുളപ്പായി പൊടിപ്പായി. ആ പടം കണ്ടോ നിങ്ങൾ? ഉണങ്ങി നിൽക്കുന്ന ഒരു മരമാണ്, കാണുന്നുണ്ടോ നിങ്ങളെ? ഉണങ്ങി നിൽക്കുന്ന നമ്മൾ പറഞ്ഞ മഹാഗണി മരമാണത്. ഈ മഹാഗണി മരത്തിൽ മഴത്തുള്ളി വീഴുന്നതായിട്ടാണ് പടത്തിൽ കിടക്കുന്നത്, കണ്ടോ? അതിൽ വീണ് കഴിയുമ്പോൾ കണ്ടോ അവിടെ ഇവിടെയൊക്കെ പൊട്ടി എന്ത് വരുന്നുണ്ട്? ഇലകൾ കുരുത്ത് വരുന്നുണ്ടെന്ന്. സംഭവം ഇതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാഠത്തിൽ പറയുന്നത്. കവിതയിലെ ആശയം തന്നെയാണോ ഈ ചിത്രത്തിലുള്ളത് എന്നും ചോദിച്ചിട്ടുണ്ട്. മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു എന്ന് നിങ്ങൾ ചർച്ച ചെയ്ത്. നിങ്ങൾക്കിത് കേട്ടപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞല്ലോ, എന്താ ഇളങ്കാറ്റ് തെല്ലെന്നു തൊട്ടെന്ന് വന്നാൽ എന്നാണ് പാഠത്തിൻ്റെ പേര്. അതിനകത്തിൽ ഇത് എഴുതിയ ആളുടെ പേരെന്താണ്? ജി കുമാരപിള്ളയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ കേട്ടല്ലോ. അപ്പം അതിൽ ഇത് വലിയൊരു നോവലാണ്. അതിൻ്റെ വെറും 8 വരി മാത്രം നിങ്ങൾക്ക് എടുത്ത് തന്നിരിക്കുകയാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ഇനി ടെസ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഇല്ലെങ്കിലും ഇത് മ്യൂട്ട് ചെയ്തിട്ടിട്ട് കേട്ടോ ഇത് ഒന്ന് പാടി പഠിക്കണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.